നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയും ഇന്ത്യ കൈവിട്ടിരിക്കുകയാണ്. ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ 41 റൺസിനായിരുന്നു ഇന്ത്യയുടെ പരാജയം. നമുക്കപ്പം MSK ഉണ്ട്. MSK, ഗംഭീറിന് കീഴിൽ തുടർച്ചയായി വലിയ പരാജയങ്ങളാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊരു ആശ്വാസമായി ഏഷ്യ കപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചെങ്കിലും ടെസ്റ്റിലും ഏകദിനത്തിലും ഇന്ത്യയുടെ മോശം പ്രകടനം തുടരുകയാണ്. അത് ന്യൂസിലൻഡ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ത്യയിലൊരു ഏകദിന പരമ്പര സ്വന്തമാക്കുന്നത്. എങ്ങനെയാണ്? 88 ശേഷമാണ് ന്യൂസിലാൻഡ് ഇങ്ങനെ ഒരു ബൈലാറ്ററൽ ഇന്ത്യക്കെതിരെ ആദ്യമായി ഇന്ത്യയിൽ സീരീസ് നേടുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട്. മാത്രമല്ല, ന്യൂസിലാൻഡ് നമുക്കറിയാം ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് ന്യൂസിലാൻഡ് ഇന്ത്യക്കെതിരെ ടെസ്റ്റ് പരമ്പര നേടിയത്. അതായത് ഗംഭീറിന്റെ കീഴിൽ തന്നെയാണ്. അതിനുശേഷം ഏകദിന പരമ്പരയിൽ നേടുന്നു. മാത്രമല്ല, ന്യൂസിലാൻഡിന്റെ ടീം എന്ന് പറയുമ്പോൾ പോലും ഒരു പുതിയൊരു ടീമാണ്. അതായത് ന്യൂസിലാൻഡിന്റെ പ്രഗത്ഭന്മാരൊന്നും ഇല്ലാത്തൊരു ടീമാണ്. ഒരു അത്രത്തോളം എന്താ പറയാ, അവരുടെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് സൈഡാണ്. ആ ഒരു സൈഡാണ് ഇന്ത്യയെ തോൽപ്പിച്ചതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഡാരിൽ മിച്ചലിന്റെ ഫോം, അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ 84 എടുത്തു, രണ്ടാമത്തെ മത്സരത്തിൽ സെഞ്ചുറി എടുത്തു, മൂന്നാമത്തെ മത്സരത്തിൽ സെഞ്ചുറി എടുത്തു. അപ്പോൾ അദ്ദേഹം ഇന്ത്യക്കെതിരെ 4ാമത്തെ സെഞ്ചുറിയാണ് നേടിയിരിക്കുന്നത്. അദ്ദേഹം മിച്ചലിന്റെ തകർപ്പൻ ഫോം തന്നെയാണ് ഇന്ത്യക്ക് വലിയ വിനയായിരിക്കുന്നത്. മിച്ചൽ എന്തുകൊണ്ടാണ് നമ്പർ 1 ബാറ്റർ എന്നത് അടിവരയിടുന്ന പ്രകടനമാണ് അദ്ദേഹം ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്സും ഈ മത്സരത്തിൽ അദ്ദേഹത്തിനൊപ്പം ചേർന്നുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ മത്സരത്തിൽ തുടക്കത്തിൽ ഇന്ത്യ നല്ല 2 വിക്കറ്റൊക്കെ നേടി ഇന്ത്യ ഈ മത്സരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ടും ഈ മത്സരത്തിൽ ഇന്ത്യ മുൻതൂക്കം ഉണ്ട് എന്ന ഘട്ടത്തിലായിരുന്നു. പക്ഷേ മിച്ചൽ ഗ്ലെൻ ഫിലിപ്സ് സഖ്യം അത് തന്നെയാണ് ഈ മത്സരം ഇന്ത്യയിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയത്. അവർ 338 റൺസ് എടുത്തു എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഓവറുകളിൽ അവർ കൃത്യമായിട്ടും ആക്സിലറേറ്റ് ചെയ്തു, ഇന്നിങ്സ് ആക്സിലറേറ്റ് ചെയ്തു. ഞാൻ നേരത്തെ കഴിഞ്ഞ് നമ്മുടെ പ്രാക്ടീസിൽ പറഞ്ഞതുപോലെ ഡാരിൽ മിച്ചലിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു മത്സരത്തെ അത്രയും ഡീപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാം ആൻഡ് കമ്പോഷർ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ഒരു ഗെയിമിനെ റീഡ് ചെയ്യുക എന്നുള്ളത് നോക്കുമ്പോൾ നമ്മളിപ്പം ഏത് സമയത്ത് ഒരു മോശം ഷോട്ട് കളിച്ചിട്ടൊക്കെ ഔട്ടാകാനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, ഞാൻ കളിക്കുന്നത് 50 ഓവർ മാച്ചാണ്. ആ 50 ഓവറിൽ ആദ്യത്തെ വിക്കറ്റുകൾ ഇപ്പം 15 ഓവറായാലും 20 ഓവറായാലും 30 ഓവറായാലും 40 ഓവറുകൾ കഴിഞ്ഞാലും ആ ഓരോരോ ഓവറിലും എങ്ങനെ ആക്സിലറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നിങ്സ് എങ്ങനെ പടുത്തുയർത്തണം, ആ ഗെയിം എങ്ങനെ കൊണ്ടുപോകണം എന്ന് ലോക ക്രിക്കറ്റിൽ അറിവുള്ളവർ വളരെ കുറവായിരിക്കും. ഇന്ത്യക്ക് വിരാട് കോഹ്ലി ഉണ്ട്. അതിൻ്റെ ഒരു വേറൊരു പതിപ്പായിട്ടാണ് മിച്ചൽ. ഇത്രയും വിക്കറ്റുകൾ തുടക്കത്തിൽ പോയിട്ടും അദ്ദേഹം അവിടെ അങ്ങ് നിന്നുകൊണ്ട് കളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃത്യമായൊരു ടാർഗറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. 300 മുകളിലുള്ള റൺസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ടാർഗറ്റായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അതിലേക്ക് അദ്ദേഹം എത്തിപ്പെടാനുള്ള എല്ലാവിധ ബാറ്റിംഗ് അബിലിറ്റിയും അദ്ദേഹം പുറത്തെടുത്തു. അതിൽ അദ്ദേഹത്തെ പ്രത്യേകം തന്നെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പിന്നുള്ളത് ഗ്ലെൻ ഫിലിപ്സ്. നമുക്കറിയാം, ഈ ലോക ക്രിക്കറ്റിലെ ഇപ്പോൾ ഉള്ളതിൽ വെച്ചൊരു 4D പ്ലെയർ ആണ് ഗ്ലെൻ ഫിലിപ്സ്. അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ അറിയാം, പറക്കുന്ന മനുഷ്യനാണ്, ബൗൾ ചെയ്ത് വിക്കറ്റ് എടുക്കുന്നുണ്ട്, ഓൾറൗണ്ടർ ആണ്, വിക്കറ്റ് കീപ്പറായിട്ട് വന്ന ഒരാളാണ്. അപ്പം എവിടെ ഇട്ട് കഴിഞ്ഞാലും കൃത്യമായിട്ട് ഫോമിൽ കളിക്കുന്നു എന്ന് നോക്കുമ്പോൾ ഗ്ലെൻ ഫിലിപ്സ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പെർഫോമൻസ്, അദ്ദേഹം അവസാനത്തെ റൺഔട്ട് അടക്കം ആ ഒരു 1 ആംഗിൾ എന്നാണ് അദ്ദേഹം ത്രോ ചെയ്തത്. ഒറ്റ വിക്കറ്റ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം റൺഔട്ട് ചെയ്തത്. അതുപോലെ അദ്ദേഹം സെഞ്ചുറി അടിച്ചതിന് ശേഷവും ജയിച്ചതിന് ശേഷവും അദ്ദേഹം കുറച്ച് വികാര വായ്പോട് കൂടിയാണ് നമ്മൾ കണ്ടത്. അതായത് 4-5 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ സെഞ്ചുറിയൊക്കെ അദ്ദേഹം കാണുന്നത്. അപ്പം അദ്ദേഹം ഫോമിലേക്ക് എത്തുന്നു. അദ്ദേഹം ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അതിവേഗം റൺസ്, കാരണം തുടക്കത്തിൽ ഒരു റണ്ണേ ബോൾ സിറ്റുവേഷൻ ആയിരുന്നു ഗ്ലെൻ ഫിലിപ്സിന്റെയും പന്തുകൾ പോയിരുന്നത്. പക്ഷേ ഒരു 25 റൺസ് ആയതിനു ശേഷം അദ്ദേഹം കൃത്യമായി ആക്സിലേറ്റ് ചെയ്യുന്നു. അപ്പുറം ഡാരിൽ മിച്ചൽ എന്നുള്ള ഒരിക്കലും ഔട്ടാക്കാൻ കഴിയില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് അവിടെ ഉണ്ട്. അപ്പം ഗ്ലെൻ ഫിലിപ്സിന് കൃത്യമായ ഒരു പങ്കാളിയെ തന്നെ അവിടെ ലഭിക്കുന്നു. ഇന്നിങ്സ് കൃത്യമായിട്ടും പടുത്തുയർത്തുന്നു, വലിയൊരു സ്കോറിലേക്ക് എത്തിക്കുന്നു. ആ സമയത്ത് തന്നെ ഇന്ത്യയുടെ തോൽവി നമ്മൾ ഉറപ്പിച്ചതാണ്. കാരണം ഇന്ത്യ ഇപ്പൊ കഴിഞ്ഞ മത്സരങ്ങളിൽ ന്യൂസിലാൻഡിന് കിട്ടിയ ഒരു പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവ് ഈ മത്സരത്തിലേക്കും തുടരുന്ന കാഴ്ചയാണ്. ഡാരിൽ മിച്ചലിന്റെ ആത്മവിശ്വാസം ഇവിടെ നമ്മൾ കൃത്യമായിട്ടും കണ്ടു. ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ പോകുന്നു. പലരും അനാവശ്യ ഷോട്ടുകൾ, ഇപ്പൊ ശ്രേയസ് അയ്യരുടെയൊക്കെ പുറത്താകൽ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ സമയത്ത് വിരാട് കോഹ്ലി അപ്പുറത്ത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള ഓവറിൽ 2 ബൗണ്ടറിയൊക്കെ നേടി നല്ല ഫോമിലാണുള്ളത്. ആ സമയത്ത് ശ്രേയസ് അയ്യർ ചെയ്യേണ്ടിയിരുന്നത്, അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ കൂടിയാണ്, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിരാട് കോഹ്ലിക്ക് ഒരു പിന്തുണ കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. ഗ്ലെൻ ഫിലിപ്സ് എങ്ങനെയാണോ ഡാരിൽ മിച്ചലിന് പിന്തുണ കൊടുത്തിരുന്നത്, അതേപോലെ തന്നെ ശ്രേയസ്
വിരാടിന് പിന്തുണ കൊടുക്കേണ്ട ഒരു സമയത്താണ് അനാവശ്യ പുള്ളിന് ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പുറത്താവുന്നത്. അപ്പോൾ ഉത്തരവാദിത്വമില്ലായ്മ ഇന്ത്യൻ ബാറ്റർമാരിൽ ഒരുപാട് പേരെത്തുണ്ട്. ഗില്ല് നല്ലൊരു പന്തിലാണ് ഔട്ടായതെങ്കിൽ കൂടിയും ആദ്യത്തെ വിക്കറ്റുകൾ കൃത്യമായിട്ട് അവിടെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി അദ്ദേഹം അവസാനം വരെ പൊരുതി എന്നുള്ളത് കൃത്യമായിട്ടും ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവാണ്. അദ്ദേഹം ഈ മറ്റൊരു സെഞ്ചുറി കൂടി 54ാമത്തെ ഏകദിന സെഞ്ചുറി കൂടി നേടുന്നു. വിരാട് കോഹ്ലിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ വടക്കൻ വീരഗാഥ സിനിമയിൽ പിന്നെ അദ്ദേഹം നമ്മുടെ ക്യാപ്റ്റൻ രാജു പറഞ്ഞ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ക്യാപ്റ്റൻ രാജു അതിൽ പിന്നെ ചേകവരാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ചേകവനായിപ്പോയില്ലേ, യുദ്ധത്തിന് പോയല്ലേ മതിയാവുള്ളൂ എന്നുള്ള തരത്തിലാണ്. അതായത് വിരാട് കോഹ്ലി ആയിപ്പോയല്ലോ, സെഞ്ചുറി അടിച്ചല്ലേ മതിയാവുകയുള്ളൂ എന്ന തരത്തിലാണ് അദ്ദേഹം സെഞ്ചുറികൾ ഈയിടെയായി വാരിക്കൂട്ടുന്നത്. തീർച്ചയായും ഇന്ത്യക്ക് ഒരു പോസിറ്റീവാണ്. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ ന്യൂസിലാൻഡിനെതിരെ ഒരു ടെസ്റ്റ് സീരീസും ഏകദിന സീരീസും ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു അടി തന്നെയാണ്. ഇതിലെടുത്ത് പറയേണ്ട ചിലപ്പം ജയേഷ് അടുത്ത ചോദ്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഹർഷിത് റാണയുടെ ഫോമാണ്. ഹർഷിത് റാണ നന്നായിട്ട് തന്നെ കളിച്ചു. റൈറ്റ്, അതിലേക്ക് വരാം. എനിക്ക് MSK മമ്മൂക്കാൻ്റെ പടത്തിലെ പറഞ്ഞു, എനിക്ക് ലാലേട്ടൻ്റെ പടത്തിലെ ഡയലോഗ് ഏറ്റവും റീസെൻ്റ്ലി ഇറങ്ങിയ തുടരും സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. നിൻ്റെയൊക്കെ കൂട്ടത്തോട് പോയി പറഞ്ഞേക്കെ ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന്. അത്രമാത്രം ഗംഭീരമായ ഒരു ഇന്നിങ്സ് തന്നെയാണ്. കാരണം നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരായ വിരാടിനെ ഡാരിൽ മിച്ചൽ അപ്പുറം മറ്റൊരു ജോർജ് സാറായിട്ട് അവിടെ ഉണ്ട്. ജോർജ് സാറും വിരാടിനെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയക്കെതിരായ ആദ്യത്തെ 2 മത്സരങ്ങളിൽ ചരിത്രത്തിൽ ആദ്യമായി വിരാട് തുടർച്ചയായിട്ട് ഡക്കിന് പുറത്താവുന്നു. വിരാട് പതുക്കെ നിർത്തി ലണ്ടനിൽ പോയി കുട്ടികളൊക്കെ കളിച്ച് നടക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ട്രോളുകൾ വന്നു. പിന്നീട് അദ്ദേഹം കളിച്ച 9 ഇന്നിങ്സുകളിൽ 8 50+ സ്കോറാണ് വരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ സീരീസിലേക്ക് ന്യൂസിലൻഡിനെതിരായ സീരീസിലേക്ക് നോക്കുമ്പോൾ ഫിനോമിനൽ പ്രകടനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒപ്പം തന്നെ ഡാനിൽ മിച്ചലിൻ്റെ പെർഫോമൻസ് അവിടെ ഉണ്ട്. പക്ഷേ വിരാട് അദ്ദേഹം കളിക്കുന്ന ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇന്ത്യ 41 റൺസിലാണ് തോൽക്കുന്നത്. ന്യൂസിലാൻഡ് വിരാടിന്റെ 10ാമത്തെ സെഞ്ചുറി. അതെ, ന്യൂസിലാൻഡിനെ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന, ഏറ്റവും കൂടുതൽ സെഞ്ചുറി ഇടുന്ന താരമെന്ന റെക്കോർഡ് വിരാടിൻ്റെ ഒപ്പമാണ്. മാത്രമല്ല ആക്റ്റീവ് പ്ലേയേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിലവിൽ കളിക്കുന്ന ആക്റ്റീവ് താരങ്ങളിൽ വിരാട് ഇപ്പോൾ 85ാമത്തെ സെഞ്ചുറിയാണ്. തൊട്ട് പിന്നിലുള്ളത് ജോ റൂട്ടാണ്, അദ്ദേഹത്തിന് 60 സെഞ്ചുറികളാണുള്ളത്. ആക്റ്റീവ് പ്ലേയേഴ്സിൽ 25+ സെഞ്ചുറി അധികം എന്നൊക്കെ പറയുമ്പോൾ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് വിരാട് സെറ്റ് ചെയ്ത് വെച്ച ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എത്രത്തോളമാണ് നമുക്ക് ഈ ഒരൊറ്റ സ്റ്റാറ്റിൽ നിന്ന് മനസ്സിലാവും. ഒപ്പം തന്നെ ഒരുപാട് വിരാട് കളിക്കുന്ന ഓരോ മത്സരത്തിലും ഓരോ നാഴികക്കല്ല് പിറക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്പർ 3 ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന, ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി റിക്കി പോണ്ടിങ്ങിനെ മറികടന്നു. അപ്പോൾ അത്തരത്തിൽ വിരാട് കോഹ്ലിയുടെ ഓരോ മത്സരവും ഓരോ റെക്കോർഡാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ 41 റൺസാണ് തോൽക്കുന്നത്. ഇന്ത്യ 46 ഓവറിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ഒരു പ്ലെയർ അവിടെ കളിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് വിജയിക്കാനുള്ള സ്കോറേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രമാത്രം വലിയൊരു സ്കോറല്ല. കാരണം ഒരു ആവറേജ് ഒരു 10 അടിച്ച് പോയിരുന്നെങ്കിൽ ഇന്ത്യക്ക് സുഖമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹർഷിത് റാണയുടെ വിക്കറ്റ് വളരെ ക്രൂഷ്യലായി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ബൗളറായ ഹർഷിത് റാണയുടെ ബാറ്റിങ്ങിലെ വിക്കറ്റ് ക്രൂഷ്യലായി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഓൾറൗണ്ടർ, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാതയിലാണ് ഉള്ളത്. അത് കുട്ടുമ്പത്തെ മത്സരത്തിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിലേക്ക് എത്തുമ്പോൾ അത് ഫ്ലൂക്കല്ല, ഇന്നിങ്സ് തനിക്ക് ബാറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുന്ന രീതിയിലുള്ള പ്രകടനം തന്നെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സിക്സറുകളൊക്കെ നല്ല ക്ലാസ് ഷോട്ടുകളായിരുന്നു. വിരാടിനൊപ്പം ഗംഭീരമായൊരു പാർട്ട്ണർഷിപ്പ് അദ്ദേഹം നടത്തി 99 റൺസിൻ്റെ. ഒപ്പം നിതീഷിൻ്റെ ഒരു 50 ഇതിൽ വളരെ ക്രൂഷ്യലായിരുന്നു. പക്ഷേ വിജയത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നേരത്തെ MSK സൂചിപ്പിച്ച പോലെ തന്നെ ശ്രേയസ് അയ്യറിൻ്റെയും KL രാഹുലിൻ്റെയും വിക്കറ്റുകൾ ക്രൂഷ്യലായി. രാഹുൽ റൺസ് എടുക്കാൻ കഴിഞ്ഞത്. രാഹുൽ വിരാടിനൊപ്പം ക്രീസിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടി, അതിനുശേഷം ഇപ്പോൾ ഹർഷിത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു വിജയിക്കാനുള്ള ഘട്ടത്തിലായിരുന്നു ഇന്ത്യ. പെട്ടെന്ന് വിരാടിൻ്റെ ക്യാച്ച് ഡാരിൽ മിച്ചൽ തന്നെ എടുത്തു എന്നുള്ളതാണ് ലോങ് ഓണിൽ ആ വിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മത്സരത്തിൽ. അതിനുശേഷം പിന്നെ വലിയ കാര്യമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇന്ത്യക്ക് കഴിഞ്ഞില്ല. അവസാനം വല്ല അത്ഭുതമൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഗ്ലെൻ ഫിലിപ്സിൻ്റെ ഒരു ഡയറക്ട് ത്രോയിൽ ഇന്ത്യയുടെ അവസാന വിക്കറ്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 89-ന് ശേഷം 16 ഏകദിന പരമ്പരകൾക്ക് ശേഷം ന്യൂസിലൻഡ് ഇന്ത്യയിലൊരു ഏകദിന പരമ്പര വിജയിക്കുകയാണ്. മറുവശത്തേക്ക് നോക്കുമ്പോൾ അതിലൊരു വലിയ അപകടം എന്ന് പറയുന്നത് ഗൗതം ഗംഭീറിന് കീഴിൽ ഇന്ത്യ
അതിഭീകരമായ നഷ്ടങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ നടന്നുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ചില നേട്ടങ്ങളുണ്ടെങ്കിൽ പോലും T20 കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യ സമാനതകളില്ലാത്ത ദുരന്തങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇപ്പോൾ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര നഷ്ടമാകുന്നു, ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര പോകുന്നു, ഇപ്പോൾ ന്യൂസിലൻഡിനെതിരെ ഒരിക്കൽ കൂടി പോകുന്നു. തീർച്ചയായിട്ടും അതിൽ പിന്നെ നമ്മളിപ്പം ഗൗതം ഗംഭീറിന്റെ ടെസ്റ്റ് ഫോർമാറ്റിലെ പരാജയങ്ങളെ കുറിച്ച് പലപ്പോഴും ചർച്ചയുണ്ടാവാറുണ്ട്. പക്ഷേ ആ സമയത്തും ഏകദിന പരമ്പരകളിൽ അതായത് നമ്മളപ്പം ഗൗതം ഗംഭീറിനെ പിന്തുണക്കുന്നവർ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവർ പറയാറുള്ളത് അദ്ദേഹത്തിന്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് ആണ് എന്നാണ് പറയാറുള്ളത്. അത് T20 മാത്രമാണ് ശരിക്കും. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ശ്രീലങ്ക എത്രയോ കാലത്തിന് ശേഷമായിരുന്നു ആ സമയത്ത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ഉള്ള സീനിയർ താരങ്ങളൊക്കെ ഉള്ള ഒരു ടീമിനെ തോൽപ്പിച്ചത്. ശ്രീലങ്ക ഫസ്റ്റ് ആയിരുന്നു ഏകദിന മത്സരങ്ങളിൽ തോൽപ്പിച്ചത് 27 വർഷത്തിന് ശേഷം. 2024 ഇന്ത്യ ഒരു ഏകദിന മത്സരം പോലും ജയിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടുന്ന് ഏകദിന മത്സരങ്ങളിൽ നാണം കെടുന്നു. വൈറ്റ് ബോൾ എന്ന് പറയുമ്പോൾ 2 ഫോർമാറ്റ് ഉണ്ട്, T20 ഉണ്ട്, ഏകദിനമുണ്ട്. പക്ഷേ ഏകദിന ഫോർമാറ്റിൽ ക്രിക്കറ്റിലെ രണ്ടാമത്തെ ഫോർമാറ്റിൽ വളരെ നിരാശാജനകമായ പ്രകടനം തന്നെയാണ് ഇന്ത്യ ഗംഭീറിന് കീഴിൽ കാഴ്ചവെക്കുന്നത്. പലപ്പോഴും ഇന്ത്യ ജയിക്കുന്നത് പോലും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒക്കെ ആ ഒരു ഓറയിലും അവരുടെ പെർഫോമൻസും അതിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സരങ്ങളൊക്കെ ജയിച്ചത്. ജയിച്ച മത്സരങ്ങളിലൊക്കെ നമുക്കറിയാം, ഒന്നുമില്ലെങ്കിൽ അവിടെ രോഹിത് ശർമ്മ പെർഫോം ചെയ്തിട്ടുണ്ട്, വിരാട് കോഹ്ലി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഗൗതം ഗംഭീർ ഒരുപാട് അസ്വസ്ഥനാവുന്നതും ചൂടാവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുൽദീപ് യാദവ് അദ്ദേഹം പന്തെറിഞ്ഞിട്ട് ഡഗൌട്ടിലേക്ക് എന്ന സമയത്ത് കുൽദീപുമായിട്ടൊരു ഹീറ്റഡ് കോൺവെർസേഷൻ ഗൗതം ഗംഭീർ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കുൽദീപിന്റെ പന്തിൽ റൺസൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് നിയന്ത്രണം വിടുന്ന രൂപത്തിലൊക്കെയുള്ള സംസാരവും മറ്റുമൊക്കെ നമ്മൾ ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പം ഗൗതം ഗംഭീറിന്റെ ഈ ഒരു കോച്ചിങ് രീതി, അദ്ദേഹം പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തി നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, ഇപ്പം ഡാരിൽ മിച്ചലിനെ നമുക്ക് പുറത്താക്കാൻ കഴിഞ്ഞില്ല, ഗ്ലെൻ ഫിലിപ്സിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. 2023 ലോകകപ്പിൽ ഇവർ രണ്ടുപേരെയൊക്കെ പുറത്താക്കിയ ഒരു താരം ഉണ്ടായിരുന്നു, മുഹമ്മദ് ഷമി. ആ ഒരു മത്സരം ഇന്ത്യ ഒരു ഘട്ടത്തിൽ തോൽക്കുമെന്ന്, അതായത് ഷമി ആ മത്സരത്തിൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഷമിക്കെതിരെ ഒരുപാട് ഹെയ്റ്റ് ക്യാമ്പയിനുകളൊക്കെ വന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഷമി ഇവരുടെയൊക്കെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക്, അദ്ദേഹം ഒരു 5 വിക്കറ്റ് ഹോൾ ആ മത്സരത്തിൽ നേടുന്നുണ്ട്, ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഷമി ഇപ്പോഴും അവൈലബിൾ ആണ്, ഐ ആം റെഡി ഫോർ സെലക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ടീമിൽ അദ്ദേഹത്തിന് ഇടമില്ല എന്ന് കൃത്യമായി തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു ടീമിലേക്ക് എടുക്കുന്നില്ല. അതുപോലെ ഇപ്പം പലരുടെയും ഒമിഷൻസ് വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്ന ഒരു സീരീസാണ്. നമ്മളിപ്പം പ്രസീദ് കൃഷ്ണയുടെ ഫോം ഔട്ട് നമ്മൾ പറയുന്നുണ്ട്. വിക്കറ്റ് ടേക്കിംഗ് ബോളർ എന്നുള്ളത് ഏകദിനത്തിൽ മസ്റ്റാണ്. നമുക്കൊരു ബുംറ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഓപ്ഷൻ. ഹർഷദീപ് ഒരു ഓപ്ഷനാണ്, പക്ഷെ ഹർഷദീപിന് വേണ്ടത്ര അവസരങ്ങൾ കിട്ടാത്തത് നമ്മൾ കണ്ടു. ഹർഷിദ് റാണ ഒരു ഓപ്ഷനാണ്, പക്ഷെ പലപ്പോഴും അദ്ദേഹം എക്കണോമി നമ്മൾ ശ്രദ്ധിക്കണം. എക്കണോമി ഏകദിനത്തിലൊരു 5 താഴെ അല്ലെങ്കിൽ 6 താഴെങ്കിലും എക്കണോമി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മൾ ഈ സീരീസ് നോക്കുമ്പോൾ സിറാജ് മാത്രമാണ് ഒരു 5 താഴെ അല്ലെങ്കിൽ 6 താഴെയുള്ള എക്കണോമി ഉള്ളൂ. ഹർഷിദ് റാണക്ക് വിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവാം, 5 വിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹം ബാറ്റ് കൊണ്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പ്രാഥമികമായി ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് 3 വിക്കറ്റ് ലഭിച്ചെങ്കിലും ഒരുപാട് തല്ലുകൊണ്ട്. അപ്പം നമ്മൾ ഡെത്ത് ഓവറുകളിലുള്ള ആ ഒരു പെർഫോമൻസ്, അതായത് കൃത്യമായിട്ട് പന്തെറിയുന്ന രൂപത്തിലൊക്കെയുള്ള റൺസ് നിയന്ത്രിച്ച് പന്തെറിയുന്ന ബോളേഴ്സിന്റെ അഭാവം, അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സിന്റെ അഭാവം, ബ്രേക്ക് ത്രൂ നൽകാൻ സാധ്യതയുള്ള ബോളേഴ്സിന്റെ അഭാവം കൃത്യമായിട്ട് നമ്മൾ നിയലിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഈ മത്സരം എനിക്ക് തോന്നുന്നത് ഇതൊരു കരിയർ എൻഡാവാൻ സാധ്യതയുണ്ട് രവീന്ദ്ര ജഡേജയ്ക്ക്. കാരണം സർട്ടിഫൈഡ് ഓൾറൗണ്ടറാണ് ഇന്ത്യയുടേത്. ഹർഷിദ് റാണക്ക് മുമ്പേ ഉള്ള ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഓൾറൗണ്ടറാണ് രവീന്ദ്ര ജഡേജ ഈ 3 മത്സരങ്ങളിലും പെർഫോം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് 3 മത്സരങ്ങളിലും വിക്കറ്റും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം 46 പന്തുകളിൽ 24 റൺസ് എടുത്ത സമയത്ത് തന്നെ അതായത് ഇന്ത്യ ജയിക്കേണ്ട അതായത് അത്രയും ഒരു ടെസ്റ്റ് ഇന്നിങ്സ് ആണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത്. വിക്കറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ബ്രേക്ക് ത്രൂ വിക്കറ്റുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് എല്ലാ കാലത്തും ഉണ്ടായിരിക്കണമെന്നില്ല. രവീന്ദ്ര ജഡേജ ബാറ്റിംഗിൽ അദ്ദേഹത്തിന് ജയിപ്പിക്കാനുള്ള ഒരു അവസരം നല്ലൊരു പാർട്ണർഷിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് വിജയിക്കാമായിരുന്നു. അവിടെ ഒന്നും ഒരു പാർട്ണർഷിപ്പ് വന്നിട്ടില്ല. രവീന്ദ്ര ജഡേജയെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയർ എൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്, അറ്റ്ലീസ്റ്റ് ഏകദിന മത്സരങ്ങളിലെങ്കിലും. അപ്പൊ ഇന്ത്യക്ക് അങ്ങനെയുള്ള ഒരുപാട് ചൂണ്ടുപലകകൾ ഒരുപാട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് തെളിയിച്ച ഒരു തോൽവിയാണിത്. പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വർഷം നടക്കാൻ പോകുന്ന ലോകകപ്പിലെ ഇന്ത്യയുടെ ബാറ്റിംഗിൽ ഇന്ത്യക്ക് ഒരു പരിധി വരെ വലിയ ആശങ്കകളില്ല. ഈ ഒരു മത്സരം ഇന്ത്യ നിരാശപ്പെടുത്തിയെങ്കിൽ പോലും രാഹുൽ ഉൾപ്പെടെയുള്ളവർ, ഗില്ല് ഉൾപ്പെടെയുള്ളവർ ഏകദിനത്തിൽ നല്ല രീതിയിലാണ് കളിക്കുന്നത്. രോഹിത് ആണെങ്കിലും കോഹ്ലി ആണെങ്കിലും ഒക്കെ ബാറ്റിംഗിൽ നമുക്ക് അത്ര ആശങ്കകളില്ല. ബൗളിംഗിൽ നമ്മുടെ ആശങ്കകൾ ഇപ്പോ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ന് 6-ൽ താഴെ
റൺസ് വഴങ്ങിയ ഏകൊരു ബൗളറേ ഉള്ളൂ, മുഹമ്മദ് സിറാജ് മാത്രം. 2 ബൗളർമാർ 8-ൽ കൂടുതലാണ് റൺസ് വഴങ്ങിയിട്ടുള്ളത്. അത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളപ്പോൾ 2027 ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ പേസർമാർ ആരൊക്കെയാവും എന്നുള്ള ചോദ്യത്തിൽ നമ്മൾക്കിപ്പോഴും വലിയൊരു ഉത്തരം കിട്ടുന്നില്ല. സിറാജ്, എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സിറാജും ബുംറയും ഷമിയും ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി നന്നായേനെ എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും പ്രസിദ്ധിനെയും അർഷദിനെയൊക്കെയുമായിരിക്കും പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ. അല്ല, നമുക്ക് വേണ്ടത്, അത്യാവശ്യമായി വേണ്ടത് വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. ബുംറ മാത്രമേ ഉള്ളൂ ആ ഒരു, സിറാജ് എറിയുന്നുണ്ടാവാം, പക്ഷെ സിറാജിന് വിക്കറ്റുകൾ കിട്ടുന്ന ഒരു കൂടുതലും അദ്ദേഹം എക്കണോമിക് വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആയിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ബോളർ ഇല്ല. പിന്നെ ബോളിങ്ങിലാണെങ്കിലും കുൽദീപോ അല്ലെങ്കിൽ അവർ ഫോം ഔട്ട് ആയാൽ എന്ത് ചെയ്യും എന്ന് നോക്കുമ്പോൾ അവിടെ ക്യാപ്റ്റൻ നിസ്സഹായനായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ജഡേജയും ഇന്ന് നമുക്കറിയാം, ജഡേജ ബോൾ ചെയ്യാനെത്തിയത് 27ാമത്തെ ഓവറിലാണ്. അതിനു മുമ്പ് അദ്ദേഹം നിതീഷ് എറിഞ്ഞു, അല്ലെങ്കിൽ കുൽദീപ് എറിഞ്ഞു, അവർക്കൊന്നും വിക്കറ്റ് കിട്ടുന്നില്ല. കാരണം അവർ ഓൾറെഡി സെറ്റിലായിട്ട് നിൽക്കുകയാണ്. ഒരു പാർട്ണർഷിപ്പ് ബ്രേക്കിംഗ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് ബോളേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പാർട്ട് ടൈമേഴ്സും ഇല്ല. നമുക്കറിയാം 2000-കളിലും 90-കളിലൊക്കെയുള്ള കളിയിൽ സച്ചിൻ ഇടക്ക് പന്തെറിഞ്ഞ് പാർട്ട് ടൈമായിട്ട് പന്തെറിഞ്ഞ് വിക്കറ്റുകൾ, പാർട്ണർഷിപ്പുകൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. വീരേന്ദ്ര സെവാഗ് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, സൗരവ് ഗാംഗുലി ബ്രേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നിരയിൽ ആരാണ് ഒരു പാർട്ട് ടൈം ബോളർ? ഇത് കഴിഞ്ഞാൽ, അത് സ്പെഷ്യലിസ്റ്റുകൾ കഴിഞ്ഞാൽ വിക്കറ്റ് ക്രൂഷ്യൽ ആയിട്ട് വിക്കറ്റ് ടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ണർഷിപ്പുകൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു പാർട്ട് ടൈം ബോളേഴ്സ് നമുക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ നമ്മൾ ഇതിനകത്ത് നേളിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ജൂലൈയിലെ ഇന്ത്യക്ക് ഇനി ഏകദിന മത്സരമുള്ളൂ. അതൊരു ഗംഭീർ ഇന്ത്യൻ കുപ്പായത്തില് രോഹിത്തും വിരാടും ഇനി 6 മാസത്തിന് ശേഷം അടുത്ത ജൂലൈയിലെ കളിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിഷമം ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യക്ക് മത്സരങ്ങളുണ്ട്. ഇനി T20 സീരീസ് വരുന്നു, അതിനുശേഷം വേൾഡ് കപ്പ് വരുന്ന ഒരുപാട് മത്സരങ്ങൾ കിടക്കുന്നുണ്ട്. ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യക്ക് ഇനി അടുത്തൊന്നും മത്സരമില്ല. തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഒരു പാഠം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും ഒരുപാട് പഠിക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. അങ്ങനെ ന്യൂസിലാൻഡ് ടെസ്റ്റിന് പിന്നാലെ ഏകദിനത്തിലും ന്യൂസിലൻഡ് ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്യുന്ന സ്ഥിതി നമ്മൾ കണ്ടു. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം.